റാന്നിയിലും പാലായിലും കൊന്നിയിലും ഒക്കെ ആയിരുന്നു വലിയ രീതിയിൽ ആശങ്കയുണ്ടായിരുന്നത്. ഇന്നിപ്പോൾ അവിടുത്തെ സ്ഥിതി എന്നുള്ളത് ഇത് റോഡാണ് കേട്ടോ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കാസർഗോഡ് എന്നുള്ള കാഴ്ചയാണ്. ഇതിപ്പോൾ നമ്മൾ റാന്നിയിലെ ദൃശ്യങ്ങളാണ്. ഇത് കാസർഗോഡ്, റാന്നി, എല്ലാ ദൃശ്യങ്ങളും നമ്മളിങ്ങനെ മാറി മാറി പ്രേക്ഷകരെ കാണിച്ചുകൊണ്ടിരിക്കാം. നമ്മുടെ റിപ്പോർട്ടർമാരെല്ലാം ഫീൽഡിൽ നിന്നും രാവിലെ 5:30 മണി മുതൽ റിപ്പോർട്ട് ചെയ്യാൻ നിൽക്കുകയാണ്. രാവിലെ നമ്മുടെ പ്രവീൺ പുരുഷോത്തമൻ നിൽക്കുന്നത് റാന്നി ടൗണിലാണ്. അയ്യോ, ആ റാന്നിയുടെ അവസ്ഥ നോക്കൂ. കനത്ത മഴയിൽ പത്തനംതിട്ട റാന്നിയിൽ വ്യാപക നാശനഷ്ടമാണ്. കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് വ്യാപാരികൾക്കുണ്ടായത്. അതേസമയം പമ്പാ നദിയിൽ ജലനിരപ്പ് താഴ്ന്നു എന്നത് ആശങ്ക താഴ്ത്തിയിട്ടുണ്ട്. ഇതോടെ പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. പ്രവീൺ പുരുഷോത്തമൻ റാന്നിയിൽ നിന്ന് മഴ മൂലം ആകെ ദുരിതത്തിലായ റാന്നിയിൽ നിന്ന് തത്സമയം ചേരുന്നു. കുടയൊക്കെ പിടിച്ചാണ് ഇപ്പോൾ ചെറിയ മഴച്ചാറ്റലുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ എങ്കിലും ഇന്നലെ ഇവിടെയൊക്കെ വെള്ളം കയറി ഇങ്ങനെ വന്ന് കടന്നു. ആ വെള്ളം വാർന്നിട്ടുണ്ട്. വാർന്നു വെള്ളം പോകുമ്പോഴാണ് അതിൻ്റെ ദുരവസ്ഥ മനസ്സിലാക്കുക. പ്രവീൺ, വെരി ഗുഡ് മോർണിംഗ് പ്രവീൺ. 2018 ഇതേപോലെ വെള്ളം കയറി ഇറങ്ങിയപ്പോൾ കുറച്ചധികം സമയം വേണ്ടി വന്നു ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാൻ. പെട്ടെന്നുള്ള വെള്ളം വരവായതുകൊണ്ട് കടക്കാർക്കൊന്നും സാധനങ്ങളൊന്നും മാറ്റിവെക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. പലരും വലിയ നഷ്ടം സംഭവിച്ചു എന്ന് പറയുന്നത് കേട്ടു പ്രവീൺ പുരുഷോത്തമൻ. കുറച്ച് കഷ്ടമാണ് അല്ലേ? ഗുഡ് മോർണിംഗ് അരുൺ. കഷ്ടം എന്നല്ല പറയേണ്ടത്, മഹാകഷ്ടം എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം റാന്നിയെ സംബന്ധിച്ച് വലിയ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. അത് സാധാരണ ആളുകൾ മുതൽ ഈ വ്യാപാരികൾ വരെ വലിയ പ്രതിസന്ധിയിലായിപ്പോയി. നമുക്കിപ്പോൾ ദൃശ്യത്തിൽ കാണാം. ഇന്നിപ്പോൾ വെള്ളം ഇറങ്ങിയപ്പോൾ ഈ വ്യാപാരികളെല്ലാം തന്നെ അവരവരുടെ കടകളിലേക്ക് എത്തി കടകളിൽ ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റുകയാണ്. അത് അവർക്ക് തിട്ടപ്പെടുത്താൻ പോലും നഷ്ടം സാധിക്കുന്നില്ല. കാരണം അത്രമാത്രം നഷ്ടമാണ് അവർക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഈ കാണുന്നതൊക്കെ ഇതര സംസ്ഥാന തൊഴിലാളികളാണ്. അവർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ വെള്ളക്കെട്ടിൽപ്പെട്ട് അവരവരുടെ റൂമുകളിലൊക്കെ ഇരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ഇന്നാണ് ഇവർ എല്ലാവരും പുറത്തേക്ക് വന്ന് അവരവരുടെ കടകളുടെ ഒരു സ്ഥിതി മനസ്സിലാക്കിയത്. ഇതിന് തൊട്ടപ്പുറത്ത് ഒരു ചിക്കൻ സെൻ്റർ ഉണ്ട്. നമ്മളവിടെ ചോദിച്ചപ്പോൾ അത് താഴത്തെ നിലയിലാണ് എന്നാണ് പറഞ്ഞത്. ആ ചിക്കൻ സെൻ്ററിൻ്റെ അടിവശത്ത് മുഴുവൻ വെള്ളം കയറി കോഴികൾ അതിനകത്ത് ഉണ്ടായിരുന്നു. കോഴികൾ മുഴുവൻ ചത്തൊടുങ്ങി എന്നാണ് പറയുന്നത്. ഇതെല്ലാം വ്യാപാര സ്ഥാപനങ്ങളാണ്. ഇപ്പോൾ ഇതിന് മുൻവശത്ത് കാണുന്നത് പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയാണ്. KSRTC ബസ് ഉൾപ്പെടെ ഗതാഗതം, ബസ് സർവീസുകളൊക്കെ പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. അതേസമയം വെള്ളം ഇനിയും ഇറങ്ങാനുണ്ട് എന്നാണ് ഇവിടെയുള്ള ആളുകൾ പറയുന്നത്. അത് നമുക്ക് ഇവിടെ കാണുമ്പോൾ തന്നെ മനസ്സിലാകും. ഇപ്പോൾ ഈ ക്യാമറയിൽ പതിയുന്നത് ഇതിൻ്റെ 1ാം നിലയും 2ാം നിലയും ഒക്കെയാണ്. ഇതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ, ഇതിൻ്റെ താഴ്ഭാഗങ്ങളിലെല്ലാം ഇപ്പോഴും വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ്. ഇപ്പോൾ പഴകുളം മധു നമ്മോടൊപ്പമുണ്ട്. ഇതിപ്പോൾ ഇത് കാണുമ്പോൾ വലിയ വിഷമമുണ്ട്. വ്യാപാരികൾക്കാണെങ്കിൽ അവർക്ക് എന്താ പറയുക, കോടികളുടെ നഷ്ടമെന്നാണ് പറയുന്നത്. ഇതൊരു പടയൊഴിഞ്ഞ പടക്കളം പോലെ ആണ് ഇപ്പോൾ റാന്നി ബസ് സ്റ്റാൻഡിലെ അവസ്ഥ. ഈ സാധനങ്ങളെല്ലാം ലക്ഷക്കണക്കിന് രൂപയുടെ സാധനങ്ങളാണ്. പച്ചക്കറിക്കാർ, കോഴിക്കടക്കാർ, തുണിക്കടക്കാർ, അത് പലചരക്ക് കടക്കാർ, മറ്റേ ഫാൻസി സ്റ്റോറുകാർ, അങ്ങനെയുള്ള നിരവധി ആൾക്കാരുടെ ഓരോരുത്തർക്കും ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഞങ്ങളുടെ ആദ്യത്തെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു പരിശ്രമം വെച്ചാൽ ഈ വേസ്റ്റുകൾ കംപ്ലീറ്റ് നീക്കം ചെയ്യുക എന്നുള്ളതാണ്. തഹസിൽദാരുണ്ട്, മറ്റേ ഇവിടെ നിൽക്കുന്ന ആൾക്കാരുടെ സഹായത്തോടു കൂടി ഇപ്പോൾ തന്നെ ഇത് വേസ്റ്റ് മൊത്തം നീക്കം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നഷ്ടപരിഹാരം ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. 2018 പ്രളയമുണ്ടായപ്പോൾ ഇതിനേക്കാൾ 10 മടങ്ങ് ഭീമമായ നഷ്ടം വ്യാപാരികൾക്കുണ്ടായി. ആ നഷ്ടമൊന്നും നികത്താൻ കഴിഞ്ഞിട്ടില്ല. കാരണം അന്ന് ഇവർ വാങ്ങി വെച്ച സാധനത്തിൻ്റെ GST, വിൽക്കാത്ത സാധനത്തിൻ്റെ GST പോലും കൊടുക്കേണ്ടി വന്നു. അത്ര വലിയ ദുരന്തമാണ് ഉണ്ടായിട്ടുള്ളത്. ഭാഗ്യത്തിന് മഴ ഒന്ന് ശമിച്ചു. റാന്നിയിലെ ജനങ്ങൾക്ക് ചെറിയൊരു ആശ്വാസം കിട്ടി. ഇനിയാണ് ഏറ്റവും വലിയ ഇത് ഈ ക്ലീനിങ് ആണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട നഷ്ടം. അതാണ് 2018 അരുൺ ഇവിടെ മഹാപ്രളയം സംഭവിച്ചപ്പോൾ ക്ലീനിങ് ആണ് ഏറ്റവും ഒരു വലിയ പ്രതിബന്ധമായി തീർന്നത്. ദിവസങ്ങളോളം എടുത്താണ് അത് ഈ ഭാഗങ്ങളെല്ലാം ക്ലീൻ ചെയ്തത്. ഇപ്പോൾ നമുക്കിവിടെ ഒരു പച്ചക്കറി കട കാണാം. ഇന്ന് രാവിലെ വന്ന് നോക്കിയപ്പോഴാണ് ഈ കടയുടെ ഒരു അവസ്ഥയൊക്കെ നമുക്ക് മനസ്സിലായത്. ഇതാ കണ്ടില്ലേ, മുഴുവൻ നശിച്ച് എല്ലാം പോയിരിക്കുന്നു. ഇനി ഒന്നുപോലും ഇതിനകത്ത് ബാക്കിയില്ല. ഈ ഒരു റോയിൽ നിറയെ വ്യാപാര സ്ഥാപനങ്ങളാണ്. അത് പച്ചക്കറി കടകൾ മാത്രമല്ല, മെഡിക്കൽ സ്റ്റോറുകളുണ്ട്, ഒപ്പം മറ്റ് വ്യാപാര സ്ഥാപനങ്ങളുമുണ്ട്, ലോട്ടറി കച്ചവടക്കാരുണ്ട്. അവർക്കും ഭീമമായിട്ടുള്ള നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ തൊട്ടുപുറകിൽ കാണുന്നതാണ് ഇട്ടിയപ്പാറ ബസ് ടെർമിനൽ എന്നുള്ളത്. ഞാൻ നിൽക്കുന്ന ഈ ഭാഗത്ത് ഇന്നലെ 12 അടിയിലധികം ഉയരത്തിലാണ് വെള്ളം വന്നത്. അതായത് ഇതാ കാണുന്ന ആ ബസ് ടെർമിനലിൻ്റെ തൂണുകളുടെ പകുതി ഭാഗം വരെ വെള്ളമായിരുന്നു. ആ വെള്ളം ഇന്നേതായാലും ഇറങ്ങിപ്പോയിട്ടുണ്ട്. ഇവിടെ നിന്നും അപ്പുറത്ത് കാണുന്നത് പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയാണ്. ഗതാഗതം നേരത്തെ പറഞ്ഞതുപോലെ പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ ഈ വ്യാപാരികളെ സംബന്ധിച്ചാണ് അവർക്ക് ഏറ്റവും വലിയ ഒരു പ്രതിബന്ധം എന്നുള്ളത്. ഇനിയുള്ള മണിക്കൂറുകളാണ് അവരെ എല്ലാവരും കൈ മെയ് മറന്ന് ഒരുമിച്ചൊന്ന് പ്രയത്നിച്ചാൽ മാത്രമേ റാന്നി പഴയ നിലയിലേക്ക് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റൂ. 2018 കയറിയതുപോലെ ഇപ്പോൾ ഉള്ള ഒരു ദൃശ്യം പ്രേക്ഷകർക്ക് കാണാം.
ഇത് ഇന്നലെ ഈ സ്ഥലത്ത് പ്രവീൺ ഇപ്പോൾ നിന്ന സ്ഥലമുണ്ടല്ലോ, പ്രവീൺ ഇപ്പോൾ നിന്ന സ്ഥലത്ത് ഇന്നലെയുള്ള ദൃശ്യമാണ് പ്രേക്ഷകർ കാണുന്നത്. ഇന്ന് അവിടെ നിന്ന് ഈ വെള്ളമൊക്കെ ഇറങ്ങിപ്പോയി. ഇന്നിപ്പോൾ ബോട്ട് വരേണ്ട സാഹചര്യമൊന്നുമില്ല, അവിടെ ഒട്ടും വെള്ളമില്ല. പമ്പയിലാണെങ്കിൽ വെള്ളം നല്ലപോലെ താഴ്ന്നിട്ടുണ്ട്, അതുകൊണ്ട് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. പക്ഷേ ഈ വെള്ളം ഇറങ്ങിപ്പോകുമ്പോൾ ഒരു പടയൊഴിഞ്ഞ പടക്കളം പോലെ, അതാണ് നമ്മുടെ പഴകുളം മധു പറഞ്ഞത്, ശരിയാണ്, അത്തരം ഒരു സാഹചര്യം അവിടെയുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി മുനിസിപ്പാലിറ്റിയും തദ്ദേശ സ്ഥാപനങ്ങളിലെ മറ്റ് പ്രവർത്തകരും സന്നദ്ധ സംഘടനകളും എല്ലാവരും കൂടി ഒരുമിച്ചൊന്നിറങ്ങിയാൽ ഉച്ചയോടുകൂടി നമുക്കൊന്ന് വൃത്തിയാക്കി എടുക്കാൻ പറ്റും. പക്ഷേ ഈ കിടക്കുന്ന വെള്ളം നോക്കൂ, ഇതിനകത്തൊക്കെയുള്ള ഉൽപ്പന്നങ്ങൾ സാധാരണക്കാർക്ക് വിൽക്കാൻ വെച്ചിരുന്നതാണ്. വളരെ പെട്ടെന്ന് മഴ വന്നത് കാരണം ഇതൊന്നും ഒരു മുന്നറിയിപ്പില്ലല്ലോ. മഴ ഇങ്ങനെ വെള്ളം വരുമെന്ന് ആരും കരുതിയില്ല. മഴ പെയ്തു പോകും എന്നാണ് കരുതിയത്. ഒന്നാമത് മഴ കുറഞ്ഞിരിക്കുന്ന സമയത്താണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ കടകൾ, പച്ചക്കറി കടകൾ, പ്രൊവിഷണറി സ്റ്റോറുകൾ, ലോട്ടറി കച്ചവടക്കാർ, ഇവരൊക്കെ വല്ലാതെ ബുദ്ധിമുട്ടുകയാണ്. പാവം ആ ചേട്ടൻ നോക്കൂ, എന്താ ചെയ്യുക, ഇനി അത്രയും വെള്ളം എങ്ങനെ വാരി മൊത്തം എടുത്ത് കളയും ആലോചിച്ച് നോക്കൂ. തകർന്നിരിക്കുകയാണ്. ഈ 2018 വെള്ളം കയറി ഒരുപാട് നഷ്ടം സംഭവിച്ചിട്ട് അത് കഴിഞ്ഞങ്ങോട്ട് വന്നപ്പോഴേക്ക് കോവിഡായി, ആൾക്കാർ കടയിൽ വരാത്ത സാഹചര്യം. 2022-23 ഒന്ന് പച്ച പിടിച്ച് 24, 25, 26 ഒന്ന് രക്ഷപ്പെടാമെന്ന് കരുതിയതാണ്. വീണ്ടും ലോൺ എടുത്ത് തുടങ്ങിയ കച്ചവടങ്ങളൊക്കെ ആയിരിക്കുമേ. അപ്പം വലിയ നഷ്ടമുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അതാണ് ആ ദൃശ്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. നോക്കൂ.